ചെറിയ പ്രായത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ പോലും കയറിയിട്ടുണ്ടായില്ല. 10-22 വയസ്സിൽ 22ാമത്തെ വയസ്സിലോ മറ്റോ വിദേശത്തേക്ക് പോയപ്പോൾ അവിടെയുള്ള ജീവിതം തന്ന അനാഥത്വം വായിച്ച് മറികടക്കായിരുന്നു. അല്ല, ഞാൻ അന്ന കാലത്ത് ഭയങ്കര ക്രിക്കറ്റ് കളി ഭ്രാന്തനായിരുന്നു. ലൈബ്രറി പുസ്തകമൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമായി കരുതിയിട്ടേ ആ ഇല്ല. ഏരിയയിലേക്ക് പോലും അല്ല, ആ ഏരിയയിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ കൂടെ വായിക്കുന്ന ആൾക്കാരുണ്ട്, അവർ കവിത ചൊല്ലുന്നുണ്ട്, ബാലചന്ദ്ര ചുള്ളിക്കാടിൻ്റെ കവിത ചൊല്ലുന്നു, അല്ലെങ്കിൽ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിത ചൊല്ലുന്നു, ആനന്ദിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ ആരാണെന്നൊക്കെ വിചാരിച്ച് നമ്മളടുത്ത് നിന്നിട്ടുള്ളതല്ലാതെ നമ്മളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം സുഹൃത്തുക്കളുടെ ചില സംസാരങ്ങളോ ഒക്കെ നമ്മളുടെ ബോധമണ്ഡലത്തിൽ എവിടെയോ കിടന്നുകൊണ്ടായിരിക്കും പിന്നീട് ഗൾഫിൽ പോയപ്പം പുസ്തകങ്ങളിലൂടെ ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് തീരുമാനിക്കുന്നു. വായന എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അത് ഞാൻ ഒരു സാധാരണ ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു. ക്രിക്കറ്റ് കളിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചൊക്കെ നടന്നതാണ്. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ക്രിക്കറ്റ് കളിയൊന്നും പറ്റില്ല എന്ന്.